ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൊന്നക്കാടിനടുത്തുള്ള നമ്മളെ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വരാം. അത് പോകുന്നതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളും അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെള്ളരിക്കുണ്ട് നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള റൂട്ടും ഇപ്പോൾ അവിടെ എങ്ങനെ വെള്ളമുണ്ടോ എന്നുള്ളതും, അവിടെ അതൊരു സീസൺഡ് വെള്ളച്ചാട്ടമാണ്. അത് മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്നൊരു നല്ല വെള്ളം ഉണ്ടാകും. നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളച്ചാട്ടം, കുറച്ച് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു പോകുന്നൊരു വെള്ളച്ചാട്ടം. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴയുള്ളപ്പോഴേ അവിടെ പോയിട്ടും കാര്യമില്ല. ഓക്കെ, ഞാൻ അങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെള്ളരിക്കുണ്ട് ടൗണിലാണ്. നമ്മുടെ മലയോര മേഖലയുടെ സ്ഥിരകേന്ദ്രമായ വെള്ളരിക്കുണ്ട്. ഇത് വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനം കൂടിയാണ്. അപ്പോൾ വെള്ളരിക്കുണ്ട് ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് നമുക്ക് കൊന്നക്കാടുള്ള റോട്ടിലേക്ക് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. വെള്ളരിക്കുണ്ടിനെ കുറിച്ച് പറയുമ്പം വെള്ളരിക്കുണ്ട് നമ്മുടെ ഹോം ടൗൺ കൂടിയാണ്. നമുക്ക് എന്തൊരാവശ്യത്തിനും വരേണ്ടത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ വെള്ളരിക്കുണ്ടിൽ കണ്ടിന്യൂസ് വരാൻ തുടങ്ങിയതാണ്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ വരാതെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ വെള്ളരിക്കുണ്ട് കൊന്നക്കാട് റോട്ടിലേക്കാണ് പോകേണ്ടത്. ഇത് നേരെ പോകുന്ന റോഡ് ഒടയഞ്ചാലിലേക്കാണ്. ഇത് വെള്ളരിക്കുണ്ട് കൊന്നക്കാട് ജംഗ്ഷനാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത്. ഇത് ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് കൊന്നക്കാട് റൂട്ടിലേക്ക് തിരിഞ്ഞു പോകണം. നേരെ പോയി കഴിഞ്ഞാൽ ഒടയഞ്ചാല്, പരപ്പ, അങ്ങനെ അങ്ങോട്ട് പോകാം, കാഞ്ഞങ്ങാട് പോകാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ തന്നെയാണ് നമ്മുടെ താലൂക്ക് ഓഫീസുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. വെള്ളരിക്കുണ്ട് കൊന്നക്കാട് റോഡിലേക്ക് ഒരു 100 മീറ്റർ വന്നു കഴിയുമ്പോൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താലൂക്ക് ആസ്ഥാനം വെള്ളരിക്കുണ്ടാണ്, താലൂക്ക് ഓഫീസ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ഓഫീസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറാന ചർച്ച് ക്രിസ്ത്യൻ പള്ളിയാണ്. ഫൊറാന ചർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ കുറച്ച് പള്ളികളുടെ ഒരു ഹെഡായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ ഫൊറാന ചർച്ച് എന്നറിയപ്പെടുന്നത്. ഇത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ളതാണ്. ഈ കാണുന്ന കെട്ടിടം നേരത്തെ ഒരു തിയേറ്റർ ആയിരുന്നു, വീനസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ നാട്ടിലെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു, ഒന്ന് കാസിനോ, ഒന്ന് വീനസ്. അപ്പോൾ ഇടക്കാലത്ത് സിനിമാ മേഖലയെല്ലാം തകർന്ന് അങ്ങനെ കുറേ തിയേറ്ററുകൾ പൂട്ടിപ്പോയ തിയേറ്ററാണിത്. ഇതിപ്പോൾ ഒരു ഓഡിറ്റോറിയമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വീനസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിലവിൽ ഇവിടെ തിയേറ്റർ ഇല്ല. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചിട്ടാന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ സൈഡിൽ കൂടിയുള്ള റോഡിലാണ്. ഈ റോഡിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കൂളുണ്ട്. അപ്പോൾ ഞാനിതിൽ കയറി വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളുകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 3 സ്കൂളാണ് ഇപ്പോൾ ഉള്ളത്. നിർമ്മലഗിരി LP സ്കൂളും, സെൻറ്റ് ജോസഫ് UP സ്കൂള്, സെൻറ്റ് ജൂൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ കാണുന്ന LP സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചത് കൂരാണ്ടാണ്. ഈ നടുക്ക് കാണുന്ന ബിൽഡിങ്ങാണ് സെൻറ്റ് ജോസഫ് UP സ്കൂൾ. 5 മുതൽ 7 വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. 8 മുതൽ 10 വരെ മുകളിൽ കാണുന്ന സെൻറ്റ് ജൂൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇവിടെ വളരെ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടുന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂസാണ്, മലകളും അതായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലുള്ള നല്ലൊരു സ്കൂളാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ബിൽഡിംഗ് അല്ല ഇപ്പോൾ എല്ലാം എല്ലാം പുതിയതായിട്ട് പണിഞ്ഞതാണ്. നേരത്തെ ഓടിട്ടതും ആസ്പെറ്റോസുള്ള ബിൽഡിങ്ങൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു മൺതട്ടി ഉണ്ടായിരുന്നു സ്കൂളിന് മുമ്പിൽ, അതൊക്കെ ഇടിച്ച് നിരത്തി ഇപ്പോൾ നല്ല വിശാലമായ ഗ്രൗണ്ട് സൗകര്യങ്ങളോടുകൂടി നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് സ്കൂള്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നേരത്തെ ഞാൻ കയറി വന്നത് നമ്മുടെ പള്ളിയുടെ സൈഡ് വഴിയുള്ള റോഡിലൂടെ ആയിരുന്നു. പക്ഷേ ശരിക്കും സ്കൂളിൻ്റെ എൻട്രൻസ് പറയുന്നത് ഇതാണ്. ഇതിലാണ് സ്കൂളിലോട്ടുള്ള വഴി. ഇതാണ് പ്രവേശന കവാടം. ഈ കാണുന്നതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ പരിധിയിലാണ് ഞങ്ങൾ താമസിക്കുന്നതും. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എല്ലാം ഈ സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ടായിരുന്നു, സെൻറ്റ് ജൂൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. ആ കോളേജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് നിർത്തി. ഇപ്പോൾ ഇത് എന്തോ ചെറിയ സെമിനാരി പോലെ അങ്ങനെ എന്തോ വർക്ക് ചെയ്യാണ്.
അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വെള്ളരിക്കുണ്ട് YMCAയുടെ കീഴിലുള്ള ബാഡ്മിൻ്റൺ അക്കാദമി. ഇവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മുതിർന്നവർക്കും അവിടെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മാസം ഒരു ഫീസ് കൊടുത്ത് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചാൾ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈക്കിൽ നിന്ന് വന്നിട്ട് മുട്ടിന് ചെറിയൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞപ്പം കളി നിർത്തിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നക്കുന്ന് കപ്പയുടെ അടുത്ത്, കുരിശുപള്ളിയുടെ അടുത്ത്. ഇത് കഴിഞ്ഞാൽ നേരെ പുന്നക്കുന്നിലെ പള്ളി കാണാം, സെൻറ്റ് മേരീസ് ചർച്ച് പുന്നക്കുന്ന്. നിങ്ങളോട് ഇതൊക്കെ എന്തിനാണ് പറയുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കൊന്നക്കാടൊക്കെ പോകുന്ന വഴിയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് സെൻറ്റ് മേരീസ് ചർച്ച് പുന്നക്കുന്ന്. ഈ പള്ളിയും അവിടുന്ന് താഴോട്ട് വലതുവശത്തേക്കൊരു റോഡുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നേരെ പ്ലാച്ചിക്കര നമുക്ക് എത്താൻ പറ്റും. ഇതാണ് സെൻറ്റ് മേരീസ് ചർച്ച് പുന്നക്കുന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ വെള്ളരിക്കുണ്ട് കുന്നക്കാട് പോകുന്ന ഈ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ ആദ്യമായിട്ട് മക്കാടൻ ടാറിങ് ചെയ്തൊരു റോഡാണ് ഇപ്പോൾ നമ്മളീ പോകുന്ന റോഡ്. ഇത് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. എത്ര വർഷമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടായിരുന്ന ലൈൻ, ഇതിൻ്റെ ബോർഡറും സെൻറ്ററിലെ ലൈനും അങ്ങനെ കുറേ മാർക്കിങ്ങും മറ്റേ റിഫ്ലക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം പറിഞ്ഞും മാഞ്ഞൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ റോഡിനുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടും വലിയ രീതിയിൽ എവിടെയും അങ്ങനെ തകർന്നതായിട്ടൊന്നും കാണുന്നില്ല. നല്ല രീതിയിൽ തന്നെ എൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്തവർ. പുങ്ങഞ്ചാൽ ഒരു ചെറിയ ടൗണാണ്. വെള്ളരിക്കുണ്ടിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മളിപ്പോൾ ഏകദേശം സഞ്ചരിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുഴ പോകുന്നുണ്ട്, അത് ചൈത്രവാഹിനി പുഴ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇവിടുന്ന് വലത്തുവശത്തേക്ക് ഒരു റോഡുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എളേരി, നർക്കലക്കാട് അങ്ങനെ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതിൻ്റെ വല സൈഡിലായിട്ടൊരു സുബ്രഹ്മണ്യം കോവിലുണ്ട്. അപ്പോൾ ഇതാണ് പൊങ്ങച്ചാൽ ടൗൺ. ഇപ്പോൾ നിങ്ങൾ ഈ ഇട സൈഡിൽ കാണുന്നത് അടുക്കളക്കണ്ടം പള്ളിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ അടുക്കളക്കണ്ടം പള്ളി. ഇത് വളരെ പ്രസിദ്ധമായൊരു പള്ളിയാണ്. ഇവിടെ ഒരുപാട് വിദൂരങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ്. ഭയങ്കര ശക്തിയും ഒക്കെയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇത് ഈ നമ്മളങ്ങോട്ട് പോകുന്ന റോഡിനോട് മുട്ടി തന്നെ നിൽക്കുന്ന ഒരു പള്ളിയാണ്. ഇതും തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ്. മലബാറിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന പള്ളി കൂടിയാണ് ഈ അടുക്കളക്കണ്ടം പള്ളി. ഈ പള്ളി കഴിഞ്ഞ് ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വല സൈഡിലായിട്ട് അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം, അങ്ങനെ ഒരു അമ്പലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത പ്രദേശത്തെല്ലാം പൊങ്കാല നടക്കുന്ന പൊങ്കാലയിടുന്ന ദേവിക്ക് പൊങ്കാലയിടുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഈ പള്ളി കഴിഞ്ഞൊരു 50 മീറ്റർ പോകുമ്പോൾ വല സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കോലുങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മലയോര ഹൈവേ ഉണ്ട്. അതായത് പാണത്തൂർ എന്നിങ്ങനെ വന്ന് നേരെ മാലോം, പറമ്പ, ചെറുപുഴ, ചിറ്റാരിക്കാൽ, ഇരിട്ടി അങ്ങനെ പോകുന്ന മലയോര ഹൈവേയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് കോലുങ്കാൽ മുതൽ പറമ്പ വരെ നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാർണർ റോട്ടിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് കോലുങ്കാൽ മുതൽ പറമ്പ വരെയുള്ള ഭാഗം മലയോര ഹൈവേയുടെ കൂട്ടത്തിൽ റീടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ റോഡിലെ സൈഡിലെ ബോർഡറും സെൻറ്ററിലെ റിഫ്ലക്ടറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ നമ്മളിനി എത്താൻ പോകുന്നത് മാലോ എന്ന് പറയുന്ന ടൗണിലാണ്. മാലോൺ ടൗണിൽ തുടക്കത്തിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇപ്പോൾ ഫറോന പള്ളിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ വെള്ളരിക്കുണ്ടും മാലോ എന്നെല്ലാം പറഞ്ഞാൽ കുടിയേറ്റ കർഷകരുടെ ഒരു കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഈ മാലോ എല്ലാം പണ്ട് മുതലുണ്ടായിരുന്ന ടൗണാണ്. വെള്ളരിക്കുണ്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ്. പാർക്കിങ്ങിനൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളൊരു ടൗണാണ് മാലോ. പിന്നെ ഈ മാലത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, മേരി അങ്ങനെ എന്തോ ആയിരുന്നു എന്ന ഓർമ്മ എൻ്റെ. ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ഈ മാലത്ത് തിയേറ്റർ ഉണ്ടായിരുന്നു. വെള്ളരിക്കുണ്ട്, മാലോം, പരപ്പ ഇതായിരുന്നു നമുക്ക് ആക്സസ് ഉണ്ടായിരുന്ന 3 തിയേറ്റർ. ആ തിയേറ്ററും നേരത്തെ പറഞ്ഞ പോലെ പൂട്ടിപ്പോയി. അപ്പോൾ ഇത് ഏകദേശം വെള്ളരിക്കുണ്ടിൽ നിന്ന് 7-8 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടൗണാണ് മാലോ. ഇതിപ്പോൾ വള്ളിക്കടവ് എന്ന് പറയുന്ന ടൗണാണ്. ഈ ടൗണിൽ ഒരു ചർച്ചുണ്ട് ലെഫ്റ്റ് സൈഡിൽ, സെൻറ്റ് ജോർജ് ചർച്ച്. വള്ളിക്കടവ് ടൗണിൽ തന്നെയാണിത്. ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ടൗണ്. ഇതാണ് പള്ളി.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇത് മലയോര ഹൈവേ ഇതിൽ കടന്നു പോകുന്നതുകൊണ്ട് ഈ റോട്ടിലിപ്പം നിങ്ങൾക്ക് വരകളും പിന്നെ അതിൻ്റെ ബോർഡറും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നേരത്തെ ചെയ്ത ടാറിങ്ങിൻ്റെ അതെല്ലാം മാഞ്ഞു പോയിരുന്നു. ഇപ്പോൾ രണ്ടാമത് ചെയ്തുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ നേരെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലോത്ത് കസ്ബ, GHSS മാലോത്ത് കസ്ബ. ഇവിടെയായിരുന്നു എൻ്റെ +2 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് +2 അനുവദിച്ച കാലഘട്ടമാണ്. അന്ന് നമുക്ക് +2 വലിയ കെട്ടിടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തേക്കാത്ത വെട്ടലുകൊണ്ട് കെട്ടിയ ഒരു ബിൽഡിങ്, അതിന് ഓല റൂഫിങ്, അതിൻ്റെ മുകളിൽ ചോരുന്നതായിട്ട് ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ പരിപാടി. പിന്നെ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം, KSUSFI സമരങ്ങൾ, അങ്ങനെ ബസ് തടയൽ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് നമ്മൾ സമരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വീനസ്, പിന്നെ മാലത്തുണ്ടായിരുന്ന തിയേറ്റർ, അവിടെയൊക്കെ പോയി നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരോടൊപ്പം. അങ്ങനെ +2 ഒരുപടി നല്ല ഓർമ്മകളുള്ളൊരു സ്കൂളാണിത്. ഇവിടുന്ന് പിന്നെ ഈ സ്കൂൾ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലയോര ഹൈവേ പിന്നെ വലത്തോട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും. ഈ റോഡ് നേരെ കൊന്നക്കാടിലോട്ട് പോകും. മലയോര ഹൈവേ വലതുവശത്തേക്കാണ് പോകുന്നത്. പറമ്പ എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇപ്പം ഞാൻ അടുത്തെത്തുന്നത്. പറമ്പിൽ നിന്ന് വലതുവശത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ ചെറുപുഴ ചിറ്റാരിക്കാലും അങ്ങോട്ട് പോകും. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് പറമ്പ ഉണ്ടോ. ഇതാണിപ്പോൾ ആ ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട്ട് മലയോര ഹൈവേ, ബസ് പോകുന്നതിൽ മലയോര ഹൈവേ അങ്ങോട്ട് പോകുന്നു. നമുക്ക് കൊണ്ട് നേരെ സ്ട്രെയിറ്റാണ് നമ്മൾ കൊന്നക്കാട് റോഡിലോട്ട്. നമുക്കിപ്പോൾ റോഡിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കൊണ്ട് ആ മാർക്കിംഗ് ഒക്കെ തീർന്നു. പഴയ മാർക്കിംഗ് ഒക്കെ മാഞ്ഞു പോയ റോഡിലേക്ക് എത്തി നമ്മൾ വീണ്ടും. ഇനിയിപ്പോൾ അടുത്ത എത്താൻ പോകുന്ന ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നക്കാടാണ്. അതായത് നമ്മുടെ കാഞ്ഞങ്ങാട് നിന്നും നീലേശ്വരത്തു നിന്നും കോട്ടയം, എറണാകുളം, അങ്ങനെ പല ഭാഗത്തു നിന്നും ബസ്സുകൾ കൊന്നക്കാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തേക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെ പോകുന്ന ബസ്സുകൾ നമ്മളെ ഈ കൊന്നക്കാട് വരുന്നുണ്ട്. ഈ കൊന്നക്കാട് ലാസ്റ്റ് സ്റ്റോപ്പ്, അവിടെയാണ് ബസ് ഹോൾട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നത് പറഞ്ഞാൽ കൊന്നക്കാട് ടൗണിലേക്കാണ്. കൊന്നക്കാടും ഒരു പഴയ ടൗണാണ്. ഇവിടം വരെ നമുക്ക് ബസ് സർവീസൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇവിടെ ടൗണിൻ്റെ എൻഡിലൊരു ചൈത്രവാഹിനി പുഴ ക്രോസ് ചെയ്യുന്നൊരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ വലത് സൈഡിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടം വരെയാണ് ബസ് സർവീസുകളൊക്കെ ഉള്ളത്. അവിടെ നിന്നാണ് പിന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ബസ് സർവീസ് ആരംഭിക്കുന്നതും ഇവിടെ വന്നാണ് നിൽക്കുന്നതും. അപ്പോൾ കൊന്നക്കാട് എന്ന് പറയുമ്പോൾ പണ്ടൊരു സൂപ്പർ ഡീലക്സ് എന്ന് പറയുന്നൊരു ബസ് ഉണ്ടായിരുന്നു. ഇതാണ് ചൈത്രവാഹിനി പുഴയുടെ പാലം. ഇതിൻ്റെ അടിപൊളിയാണ് ആ പുഴ പോകുന്നത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. അതിൽ പോയാലും നമുക്ക് അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിലെത്താം. ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സുകളുണ്ട് ഹോൾട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് രാത്രിയിലും പകലുമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പുറത്തേക്കും എല്ലാം ബസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പർ ഡീലക്സിൻ്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊന്നക്കാട് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡീലക്സ് അങ്ങനെയായിരുന്നു. എത്രയോ പതിറ്റാണ്ട് കാലം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു സൂപ്പർ ഡീലക്സ്. ആദ്യകാലം മുതൽ ഇപ്പോൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഈ കൊന്നക്കാട് നിന്ന് ഇനിയും കുറേ മുന്നോട്ട് പോയിക്കുമ്പോൾ ഒരു ഏകദേശം 2-2.5 കിലോമീറ്റർ പോയിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. അങ്ങോട്ട് ഈ വഴി കൂടെയാണ് നമുക്ക് അച്ചൻകല്ലിലോട്ട് പോകേണ്ടത്. ഇനി അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് റോഡുകളാണ്. പോക്കറ്റ് റോഡ് പറഞ്ഞാൽ വീതി കുറവാണ്, പഞ്ചായത്ത് റോഡുകൾ. ഇപ്പോൾ ഈ നേരെ പോകുന്ന റോഡ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കർണാടക ഇതിനപ്പുറം നമുക്ക് സ്ഥലം എന്ന് പറയുന്നത് കർണാടകമാണ്. കോട്ടഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ കർണാടകത്തിലെത്തും. കോട്ടഞ്ചേരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴൊക്കെയാണ് ഓപ്പണിങ് കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാം, വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനിപ്പോൾ പോകേണ്ട വഴികളെല്ലാം എന്ന് പറഞ്ഞാൽ ചെറിയ വഴികളാണ്. വളവും നല്ല കയറ്റവും വീതി കുറഞ്ഞതുമായ ചെറിയ ചെറിയ റോഡുകളിലൂടെയാണ് നമുക്ക് ഇനിയിപ്പോൾ അച്ചൻകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടത്. വെള്ളച്ചാട്ടം മാത്രമല്ല, നമുക്ക് കിടക്കാച്ചി നല്ല മലകളും മലയോരത്തിൻ്റെ സൗന്ദര്യം ഫുള്ള് കാണാം. ഇവിടുന്ന് കണ്ടോ, മലകളിൽ ഇങ്ങനെ കോട വന്ന് മൂടിയിട്ട് അതിൻ്റെ മുകളിലേക്കെല്ലാം മലകളുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, കുറേ മലകളിപ്പം കോട വന്ന് മൂടിക്കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അടിപൊളി വ്യൂ. ഇതുകൊണ്ട് മലയുടെ താഴെയായിട്ടൊരു വീട് കണ്ടോ നിങ്ങൾ? താഴെ ഒരു വീട്.
അതുപോലെ ഈ മലയുടെ മുകളിൽ എന്തോ കൃഷി ചെയ്യുന്നുണ്ടോ, കാണിച്ചില്ല. ഇത് കൃഷി ചെയ്തിട്ട് അവിടെ കണ്ടോ, എന്തായിരിക്കും ഇത്? താഴോട്ട് വലിയ കുഴിയാണ് കേട്ടോ. നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒരു 2 വീലറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ ഇതുണ്ട്, ഈ പോകുന്ന വഴിയിലുള്ള ഇങ്ങനെയുള്ള സീനറിയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഓട്ടോറിക്ഷയൊക്കെ ആക്കി പോകുമ്പോൾ അവർക്ക് നിർത്തിത്തരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൂടുതൽ സമയം നന്നായി എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ സ്വന്തം വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതുണ്ടോ, ഫുൾ മലകളും താഴോട്ട് വലിയ കൊക്കയാണ്. കൊക്ക മീൻസ് വലിയ ഇറക്കമാണ്. അത് കഴിഞ്ഞ് താഴെ കൂടെ ഒരു പുഴ, മറ്റേ നമ്മൾ നേരത്തെ കണ്ട മല ടൗണിൽ നിന്ന് കണ്ടത് മറ്റേ ചൈത്രവാഹിനി പുഴയില്ലേ, അതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാം. എഴുതി വെച്ചിട്ടുണ്ട് അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. വളാൽ ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത്, വളരെക്കുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ. അതുപോലെ ഇവിടെയുള്ള അറിയിപ്പുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും. വൈകുന്നേരം 6 മണിക്ക് ശേഷം പ്രവേശനം അനുവദിക്കുന്നതല്ല. പ്രദേശത്ത് മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ബോട്ടിലുകൾ, മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡയപ്പറുകൾ തുടങ്ങിയവ പ്രദേശത്തോ വേസ്റ്റ് ബോക്സുകൾ നിക്ഷേപിക്കരുത്. ആയവ സന്ദർശകരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ എല്ലാ സമയത്തും വേനൽക്കാലത്തൊന്നും ഈ വെള്ളച്ചാട്ടം ഉണ്ടാവില്ല. പിന്നെ മഴക്കാലത്ത് നമ്മളിപ്പോൾ ചില ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാവുമല്ലോ, അലേർട്ടുകൾ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സമയത്തും ഇങ്ങോട്ടുള്ള വെള്ളച്ചാട്ടമല്ല, ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അലേർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. അതും കൂടെ ഓർക്കണം. ഇപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ നമ്മൾ അച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി പാർക്കിലേക്ക് അങ്ങോട്ട് നടന്നു പോവാണ്. ഞാനന്നേരം ആകാംക്ഷ കൊണ്ട് വീഡിയോ ഇവിടുന്ന് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാം മരത്തിൻ്റെ ഇടയിൽ കൂടെ വെള്ളച്ചാട്ടം. ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് 1-2-3 തട്ടുകടകൾ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചായ, സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് വന്ന കാര്യം വെള്ളച്ചാട്ടം ഒന്ന് കാണാം. വെള്ളച്ചാട്ടം കണ്ടിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കേട്ടോ. ഇതിപ്പോൾ മഴയില്ലാത്തത് കൊണ്ട്, ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളം, നല്ല പാല് പോലെ ഇങ്ങനെ ചാടുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. മഴയുള്ള സമയത്ത് കൊണ്ടുവന്ന് കലക്കവെള്ളമായിരിക്കും, എന്നാലും വെള്ളം ചാടുന്നതാണ്. പിന്നെ നല്ല മഴയുള്ള സമയത്തൊന്നും മുന്നറിയിപ്പ് പാലിക്കാതെ ഇങ്ങോട്ട് ആരും വരരുത്, സാഹസത്തിനൊന്നും വരരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മലയോര മേഖലയാണ്, എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല എന്തെങ്കിലും അലർട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ട് പ്രവേശനം നിരോധിക്കും. റെഡ്, യെല്ലോ ഒക്കെ അലർട്ടുള്ള സമയത്ത് ഒക്കെ ഉത്തരവുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി അറിഞ്ഞ് മാത്രം വരിക. സാഹസം കാണിക്കാൻ വേണ്ടി ആരും വരില്ല. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള വ്യൂ നല്ല രസമാണ്. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഐസ് പോലത്തെ വെള്ളം. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് അത്രയും നല്ല വെള്ളം. നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുന്ന പോലത്തെ വെള്ളമാണ്. പിന്നെ ഇതെന്താ ശുദ്ധജലം തന്നെയാണ്, കുടിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. സ്ക്രീനിൽ ഫോണിൻ്റെ ലെൻസിലേക്ക് വെള്ളം അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ആൾക്കാർ നിന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. മറ്റേ ഡ്രസ്സൊക്കെ ഞാനിപ്പോൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഇന്നില്ല. മഴക്കാലത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം കലങ്ങി ഒലിച്ച് വരുമ്പം
വെള്ളത്തിന് കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കൂടെ ചെറിയ കല്ലും മണ്ണെല്ലാം ഒഴിച്ചു കൊണ്ട് നമ്മൾ ഈ അടിയിൽ നിൽക്കുകയാണ് നമ്മുടെ തലയിലൊക്കെ വീണ് അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മഴയത്ത് ഇങ്ങോട്ട് നല്ല മഴയത്ത് പ്രവേശനം നിരോധിക്കുന്നത്. കേട്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു 15 ഒരു 10-15 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന് കേട്ടോ. പിന്നെ ഇവിടുന്ന് പാല് പോലെ വരുന്നുണ്ടോ, ഇങ്ങനെ താഴോട്ട് വന്ന് ഇതിങ്ങനെ വന്നിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഒഴി, ചെറുതല്ല, ഇങ്ങനെ ഒഴി 2 സൈഡിൽ അങ്ങനെ നേരെ നല്ല ഇതായിട്ട് ഒഴുകി പോകും. നല്ല രസമാണ്. ഫോണിൻ്റെ ലെൻസ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി, അതുകൊണ്ട് വ്യൂ അത്ര ക്ലിയർ ആണോന്ന് അറിയില്ല. നല്ല കാറ്റാണ് കേസ്. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, ഫുള്ള് കുളിച്ചു കേട്ടോ. ഞാൻ നനഞ്ഞു കുളിച്ചു. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ തോന്നില്ല കേട്ടോ, അത്രയും നല്ല വെള്ളത്തിൽ എന്ത് തണുപ്പാണെന്നറിയോ, തണുത്ത്. ഇതിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ ഞാൻ കയറി നിന്നിട്ട് എടുക്കുന്നത്. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ വൈഡിലിട്ട് കാണിച്ചു തരാം. ഏകദേശം ഒരു 20 മീറ്റർ പൊക്കമുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്. ഇപ്പോൾ വൈഡിലിട്ടുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്. അങ്ങ് മുകളിൽ നിന്നാണ് വരുന്നത്. നല്ല മഴയുള്ളപ്പം വരരുത്. ഈ വെള്ളം കലങ്ങി വരുമ്പോൾ ഇതിനകത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ അടിയിൽ പോയി വന്നു കഴിഞ്ഞാൽ തലയിൽ വീഴും. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാം. ഇന്നിപ്പോൾ വർക്കിൻ്റെ കൊണ്ട് ആൾ കുറവാണ്, അല്ല നല്ല ആളുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ സൺഡേയിലൊക്കെ ആണെങ്കിൽ നല്ല ഭയങ്കര ആളുകളായിരിക്കും. ഇതാണ് നമ്മുടെ അച്ചൻകല്ല് വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് വെള്ളരിക്കുണ്ട് താലൂക്കിലെ കൊന്നക്കാടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. അടിപൊളി വൈബാട്ടോ, ഫാമിലിയായിട്ടൊക്കെ വരാം. നല്ല മഴയുള്ള ദിവസം, അലർട്ടൊക്കെ ഉള്ള ദിവസം അങ്ങ് വരാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് വീതി കുറവാണ്. അപ്പോൾ വലിയ വാഹനങ്ങൾ, ബസ് അങ്ങനെയുള്ളതൊന്നും വരാൻ സാധ്യതയില്ല. ട്രാവലറൊക്കെ വരുമായിരിക്കും. പിന്നെ കാറുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ബൈക്കിന് ഒക്കെ വരുമ്പോൾ, ടൂ വീലറിനൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ, നല്ല മലയൊക്കെ ഇങ്ങനെ ദൂരം കാണണമെങ്കിൽ നമുക്കിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്രയും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവില്ല നമുക്ക്.
ഇവിടെ ഇപ്പം ഫുള്ള് മറ്റേ ഈ തണുത്ത കാറ്റും പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇതും കൂടെ അടിച്ചിട്ട് ലെൻസിൽ ഫുള്ള് മൂടൽ പിടിച്ചു. അതുകൊണ്ട് ഇപ്പം വീഡിയോ ഫ്ലാറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കുകയാണെന്നാൽ ഈ വെള്ളച്ചാട്ടം കണ്ടോ, നല്ല ഭീമ പാറകളാണ്, വലിയ കരിങ്കല്ലിൻ്റെ മുകളിലാണ് ഇങ്ങനെ ചാടി വരുന്നത്. ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ, പോയി നോക്കണമായിരുന്നു. ഇവിടെ തന്നെ ഈ അടുത്ത് തന്നെ ഒരു 1-2 പിന്നെ നമ്മളെ കടകളുണ്ട്, മാടക്കടകൾ, ചെറിയ പെട്ടിക്കടകളില്ല. അപ്പോൾ നമുക്ക് അവിടെ നല്ല ചൂട് ചായയും പഴംപൊരി അങ്ങനെ ഇത് കിട്ടും. അപ്പോൾ നമുക്കതും കഴിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ നമ്മുടെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടെ ഇങ്ങനെ എത്ര സമയം നിന്നാലും നമുക്ക് മടുക്കില്ല കേട്ടോ. ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നിങ്ങളിവിടെ വന്നു നോക്കണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തൽക്കാലം നിങ്ങൾ മറന്നുപോകും. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് കുറേ നേരം സമയം ചിലവഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറേ റിലീഫ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നിന്നിട്ടുള്ളത്. ഫോൺ തിരിച്ചു പിടിക്കുമ്പോൾ ലെൻസിലേക്ക് ഫുള്ള് മറ്റേ ഇത് വരുക, ഏതാ വെള്ളത്തിൻ്റെ ഇതടിച്ചിട്ട് ആവി വന്നിട്ട് ലെൻസ് മൂടി പോവാ. ഈ തണുപ്പിൻ്റെ ഒരു എന്നാ പറയുക, ഒരു മൂടുപടം പോലെ ഇങ്ങനെ ഒരു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ പുറകിലാണ്, എൻ്റെ ഷർട്ടൊക്കെ ഫുള്ള് നനഞ്ഞു. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആ വെള്ളം വീഴുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അത്ര നേരം കാണുമെന്നറിയില്ല. ലെൻസിൽ വെള്ളം കയറും. ലെൻസിൽ വെള്ളം കയറുന്നതുകൊണ്ട് നമുക്ക് എത്ര നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ തന്നെ അതിന് മൂടലായി പോകും. കണ്ടേ വെള്ളം കണ്ടോ, പളങ്ക് പോലത്തെ വെള്ളം. ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പുറകിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഞാൻ ലെൻസിലേക്ക് ഇത് വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ തിരിഞ്ഞാണുള്ളത്. ഞാൻ ഈ കുറച്ചും കൂടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം വെള്ളത്തിന് മുകളിൽ വരുന്ന വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെള്ളത്തിൽ മറ്റേ നമ്മുടെ ലെൻസിൽ വെള്ളം കയറുന്നവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലെൻസിൻ്റെ പിന്നെ ക്യാമറയുടെ ലെൻസിൻ്റെ അകത്താട്ടോ ആവി പിടിക്കുന്നത്. അകത്ത് പിടിച്ചിട്ട് അത് പോകുന്നില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ വാഗൊണ്ട് ഊതി, ചൂട് കാറ്റ് ഊതിയിട്ട് അതിനെ കുറച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ എൻ്റെ അടുത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടിയായിരുന്നേ.
ഈ വെള്ളം വീഴുന്നതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. അതിൻ്റെ അടിയിൽ അങ്ങനെ പോയി നിന്ന് നമ്മൾ ശരീരം വേദന എടുക്കും. നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കാം കേട്ടോ. തുണി ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പോയി ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, മാറാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിച്ച്. എൻ്റെ ഈ അടുത്തെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് വീഴുന്നതുകൊണ്ട് സ്പ്രെഡായിട്ട് ഇങ്ങനെ കാറ്റത്ത് പറന്ന് വന്ന് നമ്മുടെ ക്യാമറയിലും പിന്നെ നമ്മുടെ ദേഹത്തൊക്കെ ആയിട്ട് ഫുള്ള് നനഞ്ഞു. ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇടാൻ വേണ്ടി ഇതുപോലെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് തന്നെ ഇടുക. മറ്റേ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേസ്റ്റ് ബിന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. പുറത്തെ അരിയിലിരുന്ന് വലിച്ചെറിഞ്ഞ് വൃത്തിയിലൊക്കെ ആക്കരുത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതോടെ തീർന്നു കഴിഞ്ഞാൽ അടുത്തവർക്കത് കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി ആരും കാണണ്ടെന്നുള്ള രീതിയിൽ മനോഭാവം ആരും എടുക്കരുത്. എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതെല്ലാവരും ഇവിടെ വരുന്നതെല്ലാം നമ്മുടെ ഓരോരുത്തർ കടമയായിട്ട് എടുക്കുക. പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയതോടെയൊന്നും ഭക്ഷണ സാധനങ്ങളോ അതിനിവിടെ വേസ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഇട്ട് സഹകരിക്കണം. അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചാക്കട വന്നപ്പം എൻ്റെ ക്ലാസ്മേറ്റാണ്, +2 സമയത്തെ ക്ലാസ്മേറ്റാണ്. പേര് പറ. ഞാൻ ജെൻസി. അപ്പോൾ ഇവിടെ ചായക്കട നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, എല്ലാവർക്കും അച്ഛനിലേക്ക് സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇവിടെ വരുമ്പോൾ പിന്നെ ഒരു ചായ കുടിച്ച് ഇവരായിട്ട് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചായയും പഴംപൊരിയും വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാം. ചൂട് ചായ കുടിക്കാം. പഴംപൊരി ഉണ്ട്, അങ്ങനെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മുമ്പിൽ ചെറിയൊരു പാലമുണ്ട്. ഇവിടെ ഷട്ടറൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, വെള്ളം സ്റ്റോർ ചെയ്യുന്ന. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ, ഈ പിന്നെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഈ പിന്നെ നമ്മുടെ ഷട്ടർ ഈ മറ്റേ നമ്മളെ കടകളുണ്ടല്ലോ, മറ്റേ കടകൾ, ഈ കടയിടുന്നതിന് ഒരു സീസൺ 20,000 രൂപ വാടക കൊടുക്കുന്നതാണ്. അതുപോലെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഒന്നുമില്ലായിരുന്നു, ഇപ്പം ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈക്കിന് 20, പിന്നെ മറ്റ് കാറ് പിന്നെ 50 രൂപ 40 രൂപ അങ്ങനെ എന്താ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു കേട്ടോ ഇങ്ങോട്ട്, നമ്മളെ ഈ മുച്ചങ്കല്ല് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇത് കാസർഗോഡ് ജില്ല വള്ളത്തിൻ്റെ താലൂക്ക് കൊന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. ഓക്കെ, നല്ല ഭയങ്കര മഴയുള്ളപ്പോൾ ആരും തരരുത്. ഈ വെള്ളം കലങ്ങി കുത്തിയൊലിച്ച് വരുന്ന സമയമുണ്ടല്ലോ, അന്നേരം ഇങ്ങോട്ട് കയറ്റി വിടാൻ സാധ്യത കുറവാണ്. അഥവാ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി നിന്ന് എടുക്കാൻ പറ്റില്ല. ഈ വെള്ളം ഇങ്ങനെ പറഞ്ഞൊഴുകുന്നതാണല്ലോ അതിൻ്റെ ബ്യൂട്ടി. അതിങ്ങനെ കലങ്ങി വരുന്ന വെള്ളത്തിന് അത്ര ബ്യൂട്ടി ഉണ്ടാവും. മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ അങ്ങനെ കലങ്ങി വരുന്ന സമയത്ത് ചെറിയ കല്ലുകളെല്ലാം ഉണ്ടാവും. അതിൻ്റെ അടിയിൽ പോയി നിന്ന് നമ്മൾ തല വീഴും. ഇപ്പോഴാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് അത്ര നമ്മൾ കുളിക്കാൻ നല്ല തൊഴിലുണ്ട്. ഇവിടെ ഡ്രസ്സ് മാറുള്ള സൗകര്യമുണ്ട്. ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുളിച്ചിട്ടൊക്കെ പോകാം വെള്ളത്തിൻ്റെ ഇടയിലേക്ക്. പിന്നെ ഞായറും പിന്നെ ഇടയിൽ അവധി വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര ആളാന്ന് പറഞ്ഞത്. അല്ലാത്ത ഇട ദിവസങ്ങളിൽ ഇങ്ങനെ പറ്റയും പറ്റയൊക്കെ ആയിട്ട് ആൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചേക്കും വരാം. ആൾ കൂടുതലുള്ളപ്പോൾ നമ്മളെങ്കിൽ ഞായറാഴ്ചകളിൽ ഇങ്ങനെ വരാം, ഇട ദിവസം വരാം. ഓക്കെ.